ഹലോ സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫോർഫീച്ചർ ഓഫ് ഷെയർസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോർഫീച്ചർ ഓഫ് ഷെയറിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ഫോർഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് അല്ലേ. ഒരു കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലിക്കേഷനായിട്ട്, അലോട്ട്മെൻ്റ് ആയിട്ടും കോളായിട്ടും എന്ത് ചെയ്യുന്നു, അതിൻ്റെ എമൗണ്ട് മേടിക്കുന്നു അല്ലേ. അപ്പോൾ അതിൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ കോളിൻ്റെ സമയത്തോ ഒരു ഷെയർ ഓർഡർ ഡ്യൂ ഡേറ്റ് ആയിട്ടും ആ എമൗണ്ട് അടയ്ക്കാതെ വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, ആ വ്യക്തിയുടെ ഷെയർ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അതായത് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ഡ്യൂ നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി ഓർ കോൾ മണി വിത്ത് എ സ്പെസിഫൈഡ് പീരീഡ്. ഒരു സ്പെസിഫൈഡ് പീരീഡിൽ അലോട്ട്മെൻറ്റ് മണിയോ അല്ലെങ്കിൽ കോൾ മണിയോ അടയ്ക്കാതെ വരുമ്പോൾ ആ ഷെയർസ് ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ എൻട്രീസ് എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. ഇതിൽ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ, പ്രീമിയം, ഡിസ്കൗണ്ട് എന്ന രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും ജേണൽ എൻട്രീസ് പഠിച്ചിട്ട് വേണം നമുക്കത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനും. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് വിച്ച് വെർ ഇഷ്യൂഡ് അറ്റ് പാർ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു പാറിലാണ് നമ്മൾ ഫോർഫീച്ചർ ചെയ്യുന്നത്, ഷെയർസ് ക്യാൻസൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രിയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഷെയർ കോൾ അക്കൗണ്ട് ടു ഫോർഫീച്ചർഡ് ഷെയർസ് അക്കൗണ്ട്. ഇതിൽ എമൗണ്ട് എഴുതുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ഡെബിറ്റിൽ ഒരു എൻട്രിയാണ് വരുന്നത് അല്ലേ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. അവിടെ നമ്മൾ എഴുതേണ്ട എമൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ എത്രയാണോ കോൾ ചെയ്തിട്ടുള്ളത് ആ മൊത്തം എമൗണ്ടാണ് അവിടെ കാണിക്കേണ്ടത്. അതായത് ഇപ്പോൾ അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ടാവും, അലോട്ട്മെൻ്റ് ആവും വിളിക്കുക, അലോട്ട്മെൻറ്റിലാവും ചിലപ്പോൾ അടയ്ക്കാതെ വരിക. അപ്പോൾ അപ്ലിക്കേഷൻ്റെയും അലോട്ട്മെൻറ്റും ആണ് കോൾ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ രണ്ടിൻ്റെയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡെബിറ്റിൽ കാണിക്കണം. ഓക്കെ, ഇനി ക്രെഡിറ്റിലേക്ക് വരുമ്പോഴാണ്, അതായത് ക്രെഡിറ്റ് ആണ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഷെയർ കോൾ അക്കൗണ്ട് ടു ഫോർഫീച്ചേർഡ് ഷെയർസ് അല്ലേ. ഇതിൽ ഇപ്പോൾ കോള് വിളിച്ചിട്ടില്ല, അലോട്ട്മെൻറ്റും വിളിച്ചിട്ടില്ല, കോളും വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴാണ് എന്ത് വരിക, ടു ഷെയർ അലോട്ട്മെൻറ്റും ടു കോളും വരിക. അലോട്ട്മെൻറ്റ് വിളിച്ചിട്ടില്ല എന്ന് മാത്രം പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, കോളൊന്നും എഴുതണ്ട. ഓക്കെ, ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഫോർഫീച്ചർ ഷെയർസ് അക്കൗണ്ട്, ഓക്കെ, അത്രയേ എഴുതണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ആ രീതിയിലാണ് നമ്മൾ എൻട്രീസ് എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റിൽ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്, അതായത് അലോട്ട്മെൻറ്റ് എത്രയാണോ നമ്മൾ അടയ്ക്കാത്തത്, എത്ര രൂപ, ഇപ്പോൾ 3 രൂപയാണ് അലോട്ട്മെൻറ്റ്, അടച്ചിട്ടില്ലെങ്കിൽ അത് എത്ര ഷെയർസാണോ അടയ്ക്കാത്തത് ആ ഷെയർസ് ഇൻറ്റു ആ എമൗണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ കാണിക്കുക. പിന്നെ ടു ഷെയർ കോൾ, അത് കോൾ വിളിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രം നമ്മളവിടെ എഴുതിയാൽ മതി. കോൾ അൺപെയ്ഡ് എമൗണ്ട്, വിളിക്കാത്ത എമൗണ്ട് എത്രയാണോ അതാണ് അവിടെ കാണിക്കുക. ആൻഡ് ടു ഫോർഫീച്ചേർഡ് ഷെയർസ് അക്കൗണ്ട്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഫോർഫീച്ചേർഡ് ഷെയർസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് അവിടെ എമൗണ്ട് എഴുതേണ്ടത് നിലവിൽ ആ വ്യക്തി ആ ഷെയർ ഹോൾഡർ എത്രയാണ് അടച്ചത്, എമൗണ്ട് പെയ്ഡ്. ഓക്കെ, അതാണ് എന്ത് ചെയ്യേണ്ടത്, ഫോർഫീച്ചേർഡ് ഷെയർസിൽ നമ്മൾ കാണിക്കേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫോർഫീച്ചേർഡ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അപ്ലിക്കേഷൻ അടച്ചിട്ടുണ്ടാവും, അലോട്ട്മെൻ്റ് ആവും ചിലപ്പോൾ അടയ്ക്കാത്തത്. അപ്പോൾ എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ അടച്ചിട്ടുണ്ടല്ലോ, പെയ്ഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എമൗണ്ടാണ് അവിടെ കാണിക്കുക. ഇൻ കേസ് അപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും അടച്ചു, കോളാണ് അടയ്ക്കാത്തത് വെച്ചാൽ അപ്ലിക്കേഷൻ്റെ അലോട്ട്മെൻറ്റും കൂടി എമൗണ്ടാണ് അവിടെ, അതായത് ഫോർഫീറ്റ് ചെയ്യാണ്, ക്യാൻസൽ ചെയ്യാണ്, അടച്ചത് നമ്മൾ ക്യാൻസലേഷൻ നടത്തണം. അപ്പോൾ അത് ഫോർഫീച്ചർ ഷെയർ അക്കൗണ്ടിലേക്ക് എന്താണ് നമ്മൾ എമൗണ്ട് കാണിക്കുക, നിലവിൽ ആ ഷെയർ ഓർഡർ എത്ര അടച്ചു എന്നുള്ളതാണ് കാണിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ജേണൽ എൻട്രി. ഇത് കാണാതെ പഠിക്കാം. ഓക്കെ, എന്നാലാണ് നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ നോക്കാം. എ ബി ലിമിറ്റഡ് ഇഷ്യൂഡ് 5000 ഷെയർസ് ഓഫ് 10 rupees 10 ഈച്ച് അറ്റ് പാർ പേയബിൾ. പാറിനാണെന്ന് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. എ ബി ലിമിറ്റഡ് 5000 ഷെയർസ് 10 രൂപയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ അപ്ലിക്കേഷൻ ഓൺ അപ്ലിക്കേഷൻ 3 per ഷെയർ, അപ്ലിക്കേഷൻ 3 രൂപയും അലോട്ട്മെൻറ്റ് 2 per ഷെയർ, അലോട്ട്മെൻറ്റ് 2 രൂപയും, ഫസ്റ്റ് കോൾ 3 per ഷെയർ, ഫസ്റ്റ് കോൾ 3 രൂപയായിട്ടും ഫൈനൽ കോൾ 2 per ഷെയർ ആയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്,
നമ്മൾ ഷെയർസ് വാങ്ങുന്നത്. മിസ്റ്റർ രാജു വാസ് അലോട്ടഡ് 50 ഷെയർസ്. ഇതിൽ ഒരു ഷെയർ ഹോൾഡറാണ് രാജുവിന് 50 ഷെയർസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗീവ് ദ നെസസറി ജേണൽ എൻട്രീസ് റിലേറ്റിംഗ് ടു ദ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഇൻ ദ ഫോളോയിങ് ഓൾട്ടർനേറ്റീവ് കേസസ്. അതായത് താഴെ ഒരു 3 കേസുകൾ തന്നിട്ടുണ്ട്. ആ കേസിനനുസരിച്ച് നമ്മൾ ഫോർഫീച്ചർ ഷെയർസിൻ്റെ ജേണൽ എൻട്രി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർഫീച്ചർ ഷെയറിൻ്റെ ജേണൽ എൻട്രി മാത്രം എന്ത് ചെയ്താൽ മതി, ഓരോ കേസ് മെൻഷൻ ചെയ്തിട്ട് കാണിച്ചാൽ മതി, ആദ്യം മുതൽ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് നമ്മൾ സാധാരണ എങ്ങനെയാണ് തുടങ്ങാറ്, ബാങ്ക് അക്കൗണ്ട് അപ്പ് ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ തുടങ്ങാറ് അല്ലേ. ഓരോ ഘട്ടങ്ങളായിട്ട് ആദ്യം അപ്ലിക്കേഷൻ വിളിക്കുന്നു, പിന്നെ അലോട്ട്മെൻറ്റ്, പിന്നെ കോൾ, അങ്ങനെ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫോർഫീച്ചറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന ജേണൽ എൻട്രി മാത്രം ഓരോ കേസുകൾ തന്നിട്ടുണ്ട്, ആ കേസിൻ്റെ നമുക്ക് എഴുതിയാൽ മതി ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം, അതിൽ കേസ് 1 ആദ്യം നമുക്ക് നോക്കാം അല്ലേ. കേസ് 1 ഇഫ് രാജു ഫെയിൽഡ് ടു പേ അലോട്ട്മെൻറ്റ് മണി ആൻഡ് ഹിസ് ഷെയർസ് വെർ ഫോർഫീച്ചർഡ്. അതായത് രാജു എന്ത് ചെയ്തിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ല. ഓക്കെ, ഫെയിൽഡ് ടു പേ അലോട്ട്മെൻറ്റ് അടയ്ക്കാൻ ഫെയിലായി. ആ ഷെയർസ് എന്ത് ചെയ്തു, ഫോർഫീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് രാജുവിൻ്റെ ഷെയർസ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഇഷ്യൂ ചെയ്ത എത്ര ഷെയർസാണ്, 5000 ഷെയർസാണ് അല്ലേ. പക്ഷേ ഇവിടെ രാജുവിൻ്റെ കേസ് മാത്രമാണ് നമുക്കിവിടെ ഫോർഫീച്ചർ വരുന്നത്. അതെത്ര ഷെയർസാണ്, 50 ഷെയർസ്. രാജു 5000-ൽ 50 ഷെയർസാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ 50 ഷെയർസിൻ്റെ മാത്രം നമ്മളിവിടെ നോക്കിയാൽ മതി കേട്ടോ. അതായത് ഫോർഫീച്ചർ ഷെയർസ് എന്ന് പറഞ്ഞാൽ മൊത്തം ഷെയറിൻ്റെ കാര്യം ഇവിടെ നോക്കണ്ട, ഫോർഫീച്ച് ചെയ്യുന്നത് എത്രയാണോ അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ രാജു 50 ഷെയർസാണ് വാങ്ങിയത്, അതിലാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റുകൾ വരുന്നത്. അപ്പോൾ രാജു അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ല എന്നാണ് ഫസ്റ്റ് കേസ് പറയുന്നത്, അത് ഫോർഫീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് പോകാമല്ലോ. ജേണൽ എൻട്രി എങ്ങനെ വരിക, ജേണൽ എൻട്രി നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതായത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് കോള് വരികയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഷെയർ കോൾ കൊടുത്താൽ മതി. ഇവിടെ കോളിൻ്റെ കാര്യം പറയുന്നുണ്ടോ ഫസ്റ്റ് കേസിൽ? ഇല്ല. ഫസ്റ്റ് കേസിൽ അലോട്ട്മെൻറ്റേ അടച്ചിട്ടില്ല എന്നാണ് പറയുന്നത്, പിന്നെ നമ്മൾ കോളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ എമൗണ്ട് എങ്ങനെ കാണിക്കുക എന്നുള്ളതാണ് നമുക്ക് അല്ലേ. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റിൽ ഏത് എമൗണ്ടാണ് നമ്മൾ കാണിക്കേണ്ടത്, നമ്മൾ എന്താ പറഞ്ഞത്, അതായത് മൊത്തം എത്രയാണോ വിളിച്ചത്, കോൾഡ് എത്ര ഷെയർസാണ് നിലവിൽ വിളിച്ചത് അതാണ് നമ്മളവിടെ കാണിക്കേണ്ടത്. അതായത് രാജുവിൻ്റെ ഷെയർ 50 ഓക്കെ, അപ്പോൾ 50 ഷെയർ വരിക. ഇനി അതിൽ എമൗണ്ട് പെർ എത്രയാണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ക്വസ്റ്റ്യനിൽ അപ്ലിക്കേഷനും വിളിച്ചെണ്ണും അലോട്ട്മെൻറ്റും വിളിച്ചെണ്ണു അല്ലേ. അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ്റെ എമൗണ്ട് എത്രയാ ക്വസ്റ്റ്യനിൽ? അപ്ലിക്കേഷൻ ₹3 പെർ ഷെയർ. ഇവിടെ മേലെ കണ്ടില്ലേ, 3 പെർ ഷെയർ ആണ്. അലോട്ട്മെൻറ്റ് 2 പെർ ഷെയർ ആണ് അല്ലേ. അപ്പോൾ അപ്ലിക്കേഷൻ്റെ വില 3, അലോട്ട്മെൻറ്റ് വില 2, അപ്പോൾ മൊത്തം 5. ഓക്കെ, അപ്പോൾ രാജുവിൻ്റെ ഷെയർസ് 50. അപ്പോൾ 50 × 5 250. ഡെബിറ്റ് കോളത്തിൽ 250 എഴുതുക. മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ കോൾ ചെയ്തിട്ടുള്ള എമൗണ്ടാണ് അവിടെ കാണിക്കേണ്ടത്. ഇനി നമ്മൾ ക്രെഡിറ്റിലേക്ക് വരികയാണ്. ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിൻ്റെ അവിടെ എന്ത് എമൗണ്ടാണ് കാണിക്കുക? അടയ്ക്കാത്ത അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ രാജുവിൻ്റെ ഷെയർ 50. 50 × അലോട്ട്മെൻറ്റിൻ്റെ മണി എത്രയാ? ഓൺ അലോട്ട്മെൻറ്റ് ₹2 പെർ ഷെയർ അല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 50 × 2 എത്രയേ? 100. മനസ്സിലായല്ലോ. അത് ക്രെഡിറ്റ് കോളത്തിൽ എമൗണ്ട് ആയിട്ട് എഴുതണം. ഇനി അടുത്തത് ടു ഷെയർ ഫോർ ഫീച്ചേർഡ് അക്കൗണ്ട്. ടു ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെയാണ് എമൗണ്ട് കാണിക്കുക? അവിടെ നമ്മൾ പറഞ്ഞു ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ എത്രയാണോ അടച്ചത്, പേ ചെയ്തിട്ടുള്ളതാണ് കാണിക്കേണ്ടത്. അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ല, പക്ഷേ അതിന് മുന്നേ അയാൾ എന്തടച്ചിട്ടുണ്ട്? അപ്ലിക്കേഷൻ അടച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അപ്ലിക്കേഷൻ്റെ എമൗണ്ട് എത്രയാ? 3. അപ്ലിക്കേഷൻ ₹3 പെർ ഷെയർ ആണ്. അപ്പോൾ 50 × 3. ഓക്കെ, അപ്പോൾ 50 × 3 നമ്മളിവിടെ 150 എന്ന് എഴുതി ക്രെഡിറ്റ് സൈഡിൽ. ഓക്കെ, എന്നിട്ട് നരേഷൻ എഴുതാണ് ഫോർ ഫീച്ചർ ഓഫ് 50 ഷെയർസ് ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി. അലോട്ട്മെൻറ്റ് മണി അടയ്ക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു? 50 ഷെയർസ് ഫോർ ഫീച്ച് ചെയ്തു.
ഓക്കെ, മനസ്സിലായല്ലോ? ഫസ്റ്റ് കേസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് പോകാമല്ലോ. രണ്ടാമത്തെ കേസ് ഒന്ന് നോക്കേ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം കേട്ടോ. അതേപോലെ ജേണൽ എൻട്രി നന്നായിട്ട് ഓർത്തിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കേസ് നോക്കുക. ഇഫ് രാജു ഫെയിൽഡ് ടു പേ അലോട്ട്മെൻറ്റ് മണി ആൻഡ് ഓൺ ഹിസ് സബ്സീക്വൻറ്റ് ഫെയിലർ ടു പേ കോൾ ഹിസ് ഷെയർസ് വെർ ഫോർ ഫീച്ചർ. രാജു അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടില്ല, പിന്നെ വന്ന കോളിൻ്റെ എമൗണ്ടും അടച്ചിട്ടില്ല. ആ എല്ലാ ഷെയർസും എന്ത് ചെയ്തു? ഫോർഫീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. എന്തും കൂടി അഡീഷണലായിട്ട് വരും. കോൾ എന്ന് പറയുന്നത് കൂടിയും അഡീഷണലായിട്ട് വരും. ഓക്കെ, കോൾ വിളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കോൾ ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? അടയ്ക്കാത്ത ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് പോകാമല്ലോ. രണ്ടാമത്തെ കേസ് ജേണൽ എൻട്രി എഴുതുക. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ. ജേണൽ എൻട്രിയിൽ ഒരു മാറ്റവും ഇല്ല, സെയിം ആണ്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഇവിടെ കോൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ടു ഷെയർ ഫസ്റ്റ് കോൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോൾ ആണെന്നുള്ളത് എഴുതി. ആൻഡ് ടു ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട്. ഇനി നമ്മൾ എമൗണ്ട് എഴുതുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കേസിൽ അലോട്ട്മെൻറ്റും കോളും സബ്സീക്വൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കോൾ, അതായത് ഫസ്റ്റ് കോളും അടച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ശരിക്ക് ടോട്ടൽ എത്ര വിളിച്ചിട്ടുണ്ട്? അതായത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? ടോട്ടൽ കോൾഡ് ആയിട്ടുള്ള ഷെയർസിൻ്റെ എമൗണ്ടാണ്. അപ്പോൾ അപ്ലിക്കേഷൻ 3 അത് വിളിച്ചെണ്ണു. അലോട്ട്മെൻറ്റ് 2 അതും വിളിച്ചു. ഫസ്റ്റ് കോൾ 3 അതും വിളിച്ചു അല്ലേ? ഇതിൽ അലോട്ട്മെൻറ്റും ഫസ്റ്റ് കോളും അടച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ കോൾ ചെയ്തിട്ടുള്ള ആക്ച്വലി അപ്ലിക്കേഷൻ്റെ 3 അലോട്ട്മെൻറ്റിൻ്റെ 2 അതേപോലെ ഫസ്റ്റ് കോളിൻ്റെ 3 ടോട്ടൽ 5 അല്ലേ? സോറി, ടോട്ടൽ 8 അല്ലേ? 3 + 2 + 3 8. ഓക്കെ, അപ്പം 8 വരിക. അപ്പോൾ 50 രാജുവിൻ്റെ ഷെയർ അല്ലേ? അപ്പോൾ 50 ഇൻറ്റു നിങ്ങൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. തെറ്റിപ്പോകാനുള്ള ഒരു ഇത് വരിക. ഇഷ്യൂ ചെയ്ത ഷെയർ മൊത്തം 5000 അതുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യരുത്. എത്ര ഷെയറാണ് ഫോർഫീറ്റ് ചെയ്യുന്നത്? രാജുവിൻ്റെ മാത്രമാണ്. 50 ഷെയറിന് മാത്രം വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മാത്രമേ നമ്മളിവിടെ കാണിക്കൂ. അപ്പോൾ ഫോർഫീറ്റ് ചെയ്യുന്ന ഷെയർസിനാണ് നമ്മളിവിടെ എമൗണ്ട് എഴുതുക. അപ്പോൾ 50 രാജുവിൻ്റെ ഷെയർ. 50 ഇൻറ്റു 8. 8 വന്നത് എങ്ങനെയാണ്? ടോട്ടൽ കോൾഡ് ആയിട്ടുള്ള ഷെയർസിൻ്റെ വാല്യൂ ആണ്. അതായത് അപ്ലിക്കേഷൻ 3, അലോട്ട്മെൻറ്റ് 2, ഫസ്റ്റ് കോൾ 3, മൊത്തം 8 വരും. ഓക്കെ, അപ്പോൾ 50 ഇൻറ്റു 8 400 ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് പോവുകയാണ്. ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിൽ അലോട്ട്മെൻറ്റ് എമൗണ്ട് എത്രയാണ്? അലോട്ട്മെൻറ്റ് എത്രയാണ്? 2 റുപ്പീസ് ഇപ്പോൾ ഷെയറിന് 2. അപ്പോൾ 50 ഇൻറ്റു 2 വിളിക്കാത്ത എമൗണ്ടാണ് അവിടെ കാണിക്കുക. അപ്പോൾ 50 ഇൻറ്റു 2 100 ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഇനി ഷെയർ ഫസ്റ്റ് കോൾ സബ്സീക്വൻറ്റ് ഷെയർ ആയതുകൊണ്ടാണ് അവിടെ ഫസ്റ്റ് കോൾ എടുത്തത്. അത് വരിക ഫസ്റ്റ് കോൾ അല്ലേ? അപ്പോൾ ഫസ്റ്റ് കോൾ എത്രയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഫസ്റ്റ് കോൾ 3 പെർ ഷെയർ എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ 3 പെർ ഷെയർ. അപ്പോൾ ഫസ്റ്റ് കോൾ 3 പെർ ഷെയർ. അപ്പോൾ നമ്മൾ അത് എഴുതുന്നു 50 ഇൻറ്റു 3. ഓക്കെ, 50 ഇൻറ്റു 3 150 ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഇനി ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട്. നിലവിൽ ആ വ്യക്തി എത്രയാണോ അടച്ചത്, പേ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ എമൗണ്ടാണ് എഴുതേണ്ടത്. അലോട്ട്മെൻറ്റും അടച്ചിട്ടില്ല, ഫസ്റ്റ് കോൾ അടച്ചിട്ടില്ല. അപ്പോൾ എന്ത് മാത്രമേ അടച്ചിട്ടുണ്ടാവുള്ളൂ? അപ്ലിക്കേഷനെ അടച്ചിട്ടുണ്ടാവുള്ളൂ. അപ്ലിക്കേഷൻ പെർ ഷെയറിന് എത്രയല്ല? 3. അപ്പോൾ 50 ഇൻറ്റു 3 150. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ നരേഷൻ എഴുതുന്നു. ഫോർ ഫീച്ചർ ഓഫ് 50 ഷെയർസ് ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ആൻഡ് ഫസ്റ്റ് കോൾ മണി. അലോട്ട്മെൻറ്റും ഫസ്റ്റ് കോളും അടയ്ക്കാതെ 50 ഷെയർസ് ഫോർഫീറ്റ് ചെയ്തത്. മനസ്സിലായോ? ഇതാണ് കേസ് 2. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രീസ് പഠിക്കുക. ഏത് എമൗണ്ടാണ് ആ ഓരോന്നിൻ്റെ അവിടെ എടുക്കേണ്ടത് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇനി നമുക്ക് കേസ് 3യിലേക്ക് പോയാലോ. കേസ് 3 എന്താ പറയുന്നത്? If Raju failed to pay the first call on his subsequent failure to pay final call, his share were forfeited. രാജു ഫസ്റ്റ് കോളും അടച്ചിട്ടില്ല, അതിന് ശേഷം വരുന്ന കോളും ഫൈനൽ കോളും എന്ത് ചെയ്തിട്ടില്ല? അടച്ചിട്ടില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അലോട്ട്മെൻറ്റ് അടച്ചിട്ടുണ്ട്, ഫസ്റ്റ് കോളും ഫൈനൽ കോളുമാണ് അടയ്ക്കാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ജേണൽ എൻട്രി എന്താണ്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് ടു ഷെയർ കോൾ ആൻഡ് ടു ഫോർ ഫീച്ചർ അല്ലേ? ഷെയർ ഫോർ ഫീച്ചർ.
അപ്പോൾ അതാണ് ജേണൽ എൻട്രി. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഏതൊക്കെ എടുക്കണം എടുക്കണ്ട എന്നുള്ളത് തീരുമാനിക്കും. അപ്പോൾ മൂന്നാമത്തെ കേസിൽ ഫസ്റ്റ് കോളും ഫൈനൽ കോളും അടച്ചിട്ടില്ല, ഫോർഫീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് അടച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കേസ് പോവുകയാണ്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്ററിൽ എത്ര എമൗണ്ടാണ് നമ്മൾ എടുക്കുക? ഷെയർ ക്യാപിറ്റലിൽ ശ്രദ്ധിക്കാം. ഷെയർ ക്യാപിറ്റൽ നമ്മൾ ടോട്ടൽ ഷെയർസ് 50 ആണ് അല്ലേ. 50 അതായത് ഫോർഫീറ്റ് ചെയ്യുന്ന ഷെയർസ്, രാജുവിൻ്റെ ഷെയർസ് 50 ആണ്. ഇതിൽ ഷെയർ ക്യാപിറ്റൽ നമ്മൾ വീണ്ടും പറയുകയാണ്, നമ്മൾ എത്രയാണോ കോൾ ചെയ്തത് അതാണ് നമ്മൾ അവിടെ കാണിക്കേണ്ടത്. അപ്പോൾ അപ്ലിക്കേഷൻ വിളിച്ചെന്നു, അലോട്ട്മെൻറ്റും വിളിച്ചെന്നു, രണ്ടും അടച്ചെന്നു, ഫസ്റ്റ് കോൾ വിളിച്ചു, ഫൈനൽ കോൾ വിളിച്ചു, പക്ഷെ അത് രണ്ടും അടച്ചിട്ടില്ല. അപ്പോൾ ആക്ച്വലി വിളിച്ചത് മൊത്തം വിളിച്ചെന്നു അല്ലേ. അപ്പോൾ ₹10, അതായത് അപ്ലിക്കേഷൻ്റെ 3ഉം അലോട്ട്മെൻറ്റിൻ്റെ 2ഉം ഫസ്റ്റ് കോളിൻ്റെ 3ഉം സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിൻ്റെ 2ഉം മൊത്തം ₹10 മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അവിടെ എന്താ വരിക? 10 അല്ലേ വരിക. 50 × 10 500. ഡെബിറ്റ് സൈഡിൽ 500 എഴുതും. ഇനി ക്രെഡിറ്റ് സൈഡിൽ ടു ഷെയർ ഫസ്റ്റ് കോൾ അലോട്ട്മെൻറ്റ് വരില്ല, കാരണം അലോട്ട്മെൻറ്റ് അടച്ചെന്നു. ഇവിടെ ഫസ്റ്റ് കോളിൻ്റെ കാര്യം മാത്രമേ മൂന്നാമത്തെ കേസിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഷെയർ ഫസ്റ്റ് കോൾ പെർ ഷെയറിന് എത്രയാണ്? 3. അപ്പോൾ 50 × 3 ക്രെഡിറ്റ് സൈഡിൽ 150 എഴുതുന്നു. ആൻഡ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അല്ലേ, അതും വിളിച്ചിട്ട് അടച്ചിട്ടില്ലല്ലോ. അപ്പോൾ അൺപെയ്ഡ് എമൗണ്ടാണ് അവിടെ കാണിക്കേണ്ടത്. 50 × സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന് പെർ ഷെയറിന് എത്രയാണ് ഇവിടെ പറയുന്നുണ്ട്? സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന് പെർ ഷെയർ 2. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ വരിക 2. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ 50 × 2 100. ഇനി ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ ആക്ച്വലി ടോട്ടൽ നിലവിൽ അടച്ചിട്ടുള്ളതാണ് കാണിക്കേണ്ടത്. അതായത് 50 ഷെയർസിൽ എത്ര രൂപ അടച്ചിട്ടുണ്ട്? അതായത് അപ്ലിക്കേഷൻ്റെ 3ഉം അലോട്ട്മെൻറ്റ് 2 ആയിരുന്നല്ലോ, അത് 2ഉം അടച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 5 അടച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 50 × 5 250. അതാണ് ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ വരിക. ഇതാണ് തേർഡ്. അതിൻ്റെ നരേഷൻ എഴുതുന്നു, ഫോർ ഫീച്ചർ ഓഫ് 50 ഷെയർസ് ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് കോൾ മണി ആൻഡ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി. ഓക്കെ, ഇങ്ങനെയാണ് ഈ കേസ് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് 3 കേസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിലേക്ക് എഴുതി മനസ്സിലാക്കി ഒന്നും കൂടി ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ മെസ്സേജ് ചെയ്യാം കേട്ടോ.